ലജ്ജാവതിയെ നിന്റെ കള്ളക്കടക്കണ്ണിൽ താഴമ്പൂവോ താമരത്താരോ തേനോ തേനിലാവോ. ഈ ഒരു സിറ്റുവേഷൻ ജയരാജ് സാർ പറഞ്ഞപ്പോഴത്തേക്ക് അതിനുവേണ്ടി പ്ലാൻ ചെയ്തത് തന്നെയാണ്. ഒത്തിരി പ്ലാനിങ് എല്ലാം ആക്ച്വലി പാട്ട് പിന്നെ ക്രമേണയാണ് വർദ്ധിച്ചത്. ആ പാട്ടിന് ഇന്ന് സപ്പോർട്ട് ചെയ്തതിൽ ആക്ച്വലി ഭരത് ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഭരതും ഗോപികയും ആ സമയത്ത് എന്താണ് അദ്ദേഹം ബോയ്സ് എല്ലാം കഴിഞ്ഞ് അതിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഭരത്. അതൊക്കെ ഒരു ആഡഡ് ഫാക്ടേഴ്സ് തന്നെയാണ്. ഈ കാന്താരി ചോദിച്ചു സലീമേട്ടന്റെ അടുത്ത് ഭയങ്കര ഈശ്വര വിശ്വാസിയാണോ സലീമേട്ടൻ? അത് ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ഞാൻ ദൈവവിശ്വാസിയല്ലാന്ന്. അപ്പൊ ഈ ഇന്റർവ്യൂവിലും അത് തന്നെയാണോ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി പല ഇന്റർവ്യൂവിലും പല ആൻസേഴ്സ് ആണോ പറയുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്തത്. അന്നും എന്നും എനിക്കൊരു ഡെമോ എന്ന് വെച്ചാൽ ഈ പാട്ട് ലജ്ജാവതി എന്നുള്ള മാത്രം പറഞ്ഞാൽ അവിടെ ഒരു സീറ്റ് തണ്ട. സങ്കടമാണോ സന്തോഷമാണോ? അല്ല, ഇതിൽ സങ്കടം വരേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാര്യം നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന കാലഘട്ടം എന്താണ് നമ്മൾ മുന്നിൽ കാണുക. സോഷ്യലി എന്താണ് അറസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ എന്തും നമുക്ക് എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാം. ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മുടെ എന്താണ് സംഭവങ്ങളിലെ. അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കൊയിലാനി പാറി. ഹാർവിയോറ, the exclusive collection of adenium plants. ഇനി നിങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിൽ ഹാർവിയോറ അഡീനിയം പ്ലാന്റ്സ് പുഷ്പിച്ചു നിൽക്കും. വെബ്സൈറ്റ് വഴി ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യയിൽ എവിടെയും ഫ്രഷ് ആയി ഞങ്ങൾ അഡീനിയം പ്ലാന്റ് നിങ്ങളുടെ വീട്ടിൽ എത്തിച്ചു തരും. കൂടുതൽ വിവരങ്ങൾക്കായി ഹാർവിയോറ വെബ്സൈറ്റ് സന്ദർശിക്കുക. വാക്കുകൾക്കും അതിൻ്റെതായ ഒരു രുചിയുണ്ട്. മറ്റുള്ളവരുടെ അടുത്ത് സംസാരിക്കുന്നതിന് തൊട്ട് മുന്നേ നിങ്ങളുടെ വാക്കുകൾ നിങ്ങൾ തന്നെ ഒന്ന് ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾക്ക് കൈപ്പേറിയ വാക്കുകൾ കേൾക്കാൻ ഇഷ്ടമല്ല എങ്കിൽ എങ്ങനെ മറ്റുള്ളവർക്ക് അത് ഇഷ്ടപ്പെടും? കയ്പല്ല, മധുരമാണ് എല്ലാവർക്കും ഇഷ്ടം. അത് വാക്കുകളിലാണെങ്കിലും ജീവിതത്തിലാണെങ്കിലും. ജീവിതത്തിന്റെ മധുരമേറിയ കാഴ്ചകളുമായി ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ. സംഗീതത്തിന്റെ മാധുര്യം പുതുമയുള്ള ഒരു കുപ്പിയിൽ നമുക്ക് സമ്മാനിച്ച ഒരു കലാകാരൻ. സംഗീതത്തിന് ഇദ്ദേഹത്തെയാണോ ഇദ്ദേഹത്തിന് സംഗീതത്തെയാണോ കൂടുതൽ ഇഷ്ടം എന്ന് പലപ്പോഴും സംശയം തോന്നാറുണ്ട്. ലൈഫ് ഈസ് ബ്യൂട്ടിഫുള്ളിൽ ഇന്ന് നമ്മളോടൊപ്പം ജാസി ഗിഫ്റ്റ്. ജാസി ചേട്ടാ, എനിക്ക് പറ്റുന്നില്ല, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നുണ്ട്. ഒരുപാട് സന്തോഷം ജാസി ചേട്ടനെ ഇന്ന് ഇവിടെ ഇങ്ങനെ കാണാൻ പറ്റിയതില്. എന്റെ കൂടെ ഈ ഒരു ഷോയിലേക്ക് എത്ര നാളായിട്ട് ഞങ്ങൾ ഇങ്ങനെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കാന്നറിയോ? എത്രയോ വർഷമായി ജാസി ചേട്ടാ. കുറെ നാളായിട്ട് ഈ ഒരു ഷോയിലേക്കും ജാസി ചേട്ടനെ വിളിക്കണം എന്ന് ഞങ്ങൾ ഇങ്ങനെ ട്രൈ ചെയ്തുകൊണ്ടേ ഇരിക്കണു. പക്ഷെ ജാസി ചേട്ടന്റെ ഭയങ്കര ബിസി ആയിട്ടുള്ള കാണാറുണ്ട്. താങ്ക് യു. എന്താണ് എല്ലാ കണ്ടന്റ്സ് ശ്രദ്ധിക്കാറുണ്ട്. പിന്നെ കുറെ നാളുകൾക്ക് ശേഷം എന്താണ് കണ്ടുമുട്ടി എന്നുള്ള സന്തോഷം വീണ്ടും. അതെ, ശരിക്കും. പക്ഷെ എനിക്ക് ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അന്ന് നമ്മൾ കണ്ടിരുന്ന സമയത്ത് പണ്ട് കുറെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ കാണാറുണ്ടായിരുന്നു എന്തെങ്കിലുമൊക്കെ ഒരു ഷോയും കാര്യങ്ങളൊക്കെ ആയിട്ട്. പക്ഷെ അതിൽ നിന്നും ഇന്നിപ്പോ ഞാൻ ഈ ഇയേഴ്സിന് ശേഷം കാണുമ്പോൾ എന്തൊക്കെയോ ഒരു മാറ്റങ്ങൾ. കാരണം വർഷങ്ങൾ നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും ജീവിതം, നമ്മുടെ എക്സ്പീരിയൻസ്, നമുക്ക് ഓരോരോ പുതിയ അനുഭവങ്ങൾ, ഓരോരോ മാറ്റങ്ങൾ നമുക്ക് എല്ലാവർക്കും സമ്മാനിക്കും അല്ലേ? അതിൽ തന്നെ നിന്ന് തന്നെ നമുക്ക് തുടങ്ങാം. ജാസ്ചേട്ടാ, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനോട് ജാസ്ചേട്ടൻ എത്രത്തോളം യോജിക്കുന്നു? ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ ആണ്. പഴയതിനെക്കാട്ടിലും വെച്ച് നോക്കുമ്പോഴത്തേക്ക് ബ്യൂട്ടിഫുൾ ആണ്. ഇല്ലെങ്കിൽ എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് നമുക്ക് വർഷങ്ങളുടെ എക്സ്പീരിയൻസ് നമ്മളെ കൊണ്ടെത്തിക്കും എന്നുള്ളതൊരു സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ളൊരു എലമെൻ്റായിട്ട് എപ്പോഴും കാണിക്കുന്നുണ്ട്. ലൈഫ് എങ്ങനെ ബ്യൂട്ടിഫുൾ ആക്കാം എന്നുള്ളതിനെ പറ്റി നമുക്കറിയാമല്ലോ. നമുക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസിലേക്ക് വരുമ്പോൾ സ്വയം നമ്മൾ അതിനകത്തേക്ക് എന്താണ് ചെല്ലേണ്ട സംഭവങ്ങളിലോട്ട് നമ്മൾ എന്തായാലും എത്തിച്ചേരും. ആക്ച്വലി വിചാരിച്ചതിനെക്കാട്ടിലും ബ്യൂട്ടിഫുൾ തന്നെയാണ്. ഓക്കെ. ഇപ്പോൾ ഭയങ്കര തിരക്കിട്ട് അവിടുന്ന് ഇവിടുന്ന് വെക്കിയിട്ട് എപ്പോഴും തിരക്കാണ്, ഒരുപാട് ട്രാവലിംഗ് ആണ്. ജാസ്ചേട്ടൻ ഒരുപാട് ഷോസ് ചെയ്യുന്നുണ്ട്. അങ്ങനെയൊക്കെ തിരക്കിട്ട് ജീവിതം ശരിക്കും കളർഫുൾ ആക്കിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതിനിടയിലാണെങ്കിൽ പോലും നമ്മളെല്ലാവരും സാധാരണ മനുഷ്യരാണ്. അതിനിടയിൽ നമുക്കൊക്കെ അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ടാവും, വിഷമങ്ങളുണ്ടാവും, സന്തോഷങ്ങളുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഇത് എങ്ങനെ ജാസ്ചേട്ടൻ എങ്ങനെ അതിനെ ബാലൻസ് ചെയ്യണേ? ബാലൻസ് ചെയ്യുക എന്ന് വെച്ചാൽ അതൊരു എന്താണ് നമ്മൾ
സ്വയം കണ്ടെടുക്കേണ്ട ഒരു പ്രോസസ്സ് തന്നെയാണ്. പലർക്കും പല രീതിയിൽ നമുക്ക് ഓവർകം ചെയ്യാൻ പറ്റും കാര്യങ്ങളെ. അതെ, അപ്പം നമ്മൾ സ്വയം എന്താണ് നമ്മൾ അതിൻ്റെ ഒരു വഴി കണ്ടുപിടിക്കുക എന്നുള്ളത് മനസ്സിലാക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും മനസ്സിൽ ഉള്ളത് എപ്പോഴും വളരെ എന്താണ് പേഴ്സണലൈസ്ഡ് ആവുക എന്നുള്ളൊരു സ്വഭാവത്തിൽ നമുക്ക് കുറേ കാര്യങ്ങളിൽ നിന്ന് റിലീഫ് കിട്ടും എന്നുള്ളൊരു സംഭവം മനസ്സിലെപ്പോഴും ഉണ്ട്. അതുകൊണ്ട് അധികം യാത്രകളും പ്രോഗ്രാംസും എല്ലാം ഫിസിക്കലായിട്ട് നമുക്ക് ആണെങ്കിലും മെന്റലി എപ്പോഴും ഒരു ക്ലോസ്ഡ് ആയിട്ട് നിൽക്കാൻ ശ്രമിക്കാറുണ്ട് പലപ്പോഴും. അപ്പോൾ ഇത്തരത്തിലുള്ള വിഷമ ഈ സാഹചര്യങ്ങളിൽ നിന്നും എങ്ങനെയാ ഓവർകം ചെയ്യാൻ ജാസ്റ്റിയാണ് എന്ത് മെത്തേഡാണ് യൂസ് ചെയ്യണേ? അത് സ്വയം തന്നെയാണോ അതോ ഫ്രണ്ട്സിന്റെ ഹെൽപ്പാണോ, അങ്ങനെ എന്തെങ്കിലും ആണോ? പല രീതിയിലും നമുക്ക് എടുക്കാം. ഇപ്പോൾ നമുക്ക് ഫ്രണ്ട്സ് എന്നുള്ള രീതിയിൽ അറിയാമല്ലോ, ഫ്രണ്ട്സ് എന്ന് പറയുമ്പോൾ നമ്മളെപ്പോഴും ഫ്രണ്ട്സിനെ പറ്റി പറയുമ്പോൾ നമ്മളെപ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കാൻ പാടില്ല നമ്മുടെ എന്താണ് സംഭവങ്ങളിലെ. അങ്ങനെ എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അല്ലാതെ നമ്മൾ തന്നെ ഒരു ക്രിയേറ്റ് ചെയ്ത ഒരു എന്താണ് പീസ്ഫുള്ളായിട്ടുള്ളൊരു പാത്തിൽ നമ്മൾ പോയാൽ മതി എന്നുള്ളൊരു സംഭവത്തിൽ ഞാൻ എപ്പോഴും ഒന്ന് ശ്രദ്ധിക്കാറുണ്ട്. പക്ഷെ പണ്ട് അങ്ങനെ ആയിരുന്നില്ല. ഇപ്പോഴ് കുറേ നാൾക്ക് മുമ്പുള്ളൊരു സ്വഭാവം വെച്ച് നോക്കുകയാണെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കില്ല. ഇപ്പോഴും കുറേ നാൾ യാത്ര ചെയ്യുമ്പോഴുള്ളൊരു സംഭവത്തിലേക്ക് അങ്ങനെ എത്താറുണ്ട്. ഓക്കെ, നമുക്ക് ഇപ്പൊ അതായത് ചുരുക്കം പറഞ്ഞാൽ നമ്മൾ തന്നെയാണ് നമ്മുടെ, അതെ ശരിക്കും എല്ലാവരും പറയുന്നത് അതാണ്, നമ്മൾ തന്നെയാണ് നമ്മളിലെ ശരിയും തെറ്റും നമ്മുടെ സന്തോഷവും ഇതൊക്കെ എത്രത്തോളം ലെവലിലേക്ക് നമ്മൾ എത്തിക്കണം എന്നുള്ളത് തീരുമാനിക്കേണ്ട ഒരു ഇതെന്നുള്ളത് അല്ലേ? ഓക്കെ, ഇപ്പൊ ജാസ്തിയേട്ടൻ വന്നിരിക്കുമ്പോ തന്നെ ഞാൻ ഇങ്ങനെ കുറെ ചോദിക്കുക, ജാസ്തിയേട്ടൻ കുറെ ആൻസർ പറയുന്നതിനെക്കാട്ടിലും നമ്മൾ കണ്ടോണ്ടിരിക്കുന്ന ഇപ്പൊ പ്രേക്ഷകർ വിചാരിക്കുന്ന ജാസ്തിയേട്ടനിൽ നിന്നും കുറച്ച് പാട്ടും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയായിരിക്കും. അപ്പൊ തുടക്കം എന്നുള്ള രീതിയിൽ തന്നെ നമുക്കൊരു സെഗ്മെന്റിലൂടെ തുടങ്ങാം. ആ സെഗ്മെന്റിന്റെ പേരെന്ന് പറയുന്നത് മ്യൂസിക് ടിഷ്യൂ സെഗ്മെന്റ് എന്നാണ്. ടിഷ്യൂ അതെന്താന്ന് വെച്ചാല് ടിഷ്യൂല് ജാസി ചേട്ടൻ തന്നെ പാടിയ പാട്ടുകളിലെ ഏതെങ്കിലുമൊക്കെ ഓരോരോ ടിഷ്യൂസ് വന്നു കഴിഞ്ഞു. ഇതില് ജാസ് ചേട്ടൻ പാടിയ പാട്ടുകളിലെ തന്നെ വാക്കുകൾ അവിടുന്ന് ഇവിടുന്ന് ഒക്കെ ഉള്ള വാക്കുകളായിരിക്കും ഇതിൽ എഴുതിയിട്ടുണ്ടാവുക. അത് ഇഷ്യൂ ആവോ ഇല്ല എന്നുള്ളത് ജാസ് ചേട്ടൻ തന്നെ നോക്കണം. അപ്പൊ അത് കണ്ടുപിടിച്ചിട്ട് അത് ഏത് പാട്ടാന്ന് വെച്ചാൽ ആ പാട്ട് ജാസ് ചേട്ടൻ പാടണം. ഇനിയിപ്പോ എന്റെ പാട്ട് എനിക്ക് അറിഞ്ഞൂടെങ്കിൽ അത് മോശം അടി കിട്ടും. എങ്കിൽ ഈ വെച്ചിരിക്കുന്ന ഈ സംഭവങ്ങൾ ഒന്നും തരില്ല. ഐശ്വര്യപൂർണ്ണമായിട്ട് ഒന്ന് എടുത്തിട്ട് നമുക്ക് തുടങ്ങാം. ഇത് ടിഷ്യൂ തന്നെ ഇരിക്കുന്നല്ലേ. നട്ട്സ് കഴിച്ചിട്ടുണ്ട്, അപ്പൊ ഫുൾ എനർജിയോടുകൂടി തന്നെ. ഓക്കെ, അപ്പോൾ ആദ്യത്തെ ഇതില് എന്താ എഴുതിയിരിക്കണേ ജാസ് ചേട്ടൻ വായിച്ചിട്ട്. പനിഷ്മെന്റ് ഉണ്ട് കേട്ടോ, സ്വന്തം പാട്ടുകൾ അറിയില്ലെങ്കില് അടിയോടടിയായിരിക്കും. നിന്നോടലിയാൻ മുന്നാഴിമൊട്ട് സരിക സരിക. ഇതില് മൂന്നും ഒരു പാട്ടിലുള്ളതാണ്. അതെ, സരിക സരിക പാട്ട് നമുക്ക് എണ്ണക്കിളിയിലാണ് ഉള്ളത്. അപ്പൊ അത് പാടിക്കോ. അന്നക്കിളി നീ എന്നിലെ വർണ്ണക്കനവേറി വന്നു, കന്നിക്കിളി നീ എന്നിൽ പൊൻതൂവൽ വീശി നിന്നു, അന്തിക്കടവത്തെ അമ്പിളിക്കൊമ്പിൽ കള്ളിക്കൊയിലായി നീ പാറി, തുള്ളിത്തിരതുള്ളും തുള്ളാര കാറ്റിൽ മാനായി മറിമാനായി മാറി, ജില്ലയല്ല ജില്ലയല്ലേ ജുംതകിടി ജില്ലയല്ലേ സരിഗരി സനി സരിക. നാഴിമുട്ട് പക്ഷെ അങ്ങ് പാട്ടിന്റെ അവസാനമാണ്. അത് തന്നെ എത്തുമ്പോ കുറച്ച് ടൈം എടുക്കും. സാരല്ല, എന്നാലും ഇത്രയും പാടില്ല, നമുക്കിനി കുറെ പാട്ട് പാടാനുണ്ട്. വിജയിച്ചു. ഒരു പോയിന്റ് മിടുക്കൻ, ഒരു പോയിന്റ്. ഫസ്റ്റ് തുടക്കം തന്നെ ഗംഭീരമാക്കിയിരിക്കുന്നു. അടുത്തത് പെണ്ണടുത്തിരുന്നാലതും താളം, പെൺമോടിയിൽ മനസ്സും അടുക്കും കാലം, പെണ്ണോടിടയുമ്പോൾ അതനുരാഗം, ഏതട്ടു തട്ടു താളം, മുട്ടും മുട്ടും മേളം, നോക്കി നിന്നാക്കുന്ന കടം തരുമോ വാക്കുകളെല്ലാം പോയി. എല്ലാ വാക്കുകളിലൂടെ യാത്ര ചെയ്തു. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ കംപ്ലീറ്റ് ക്രൂ ജാസ് ചേട്ടന്റെ ഭയങ്കര ഫാൻസ് ആണ് കേട്ടോ. പാട്ട് കേൾക്കുമ്പോ തന്നെ എല്ലാരും അവിടെ ഇരുന്ന് ഇപ്പൊ ഡാൻസ് ചെയ്തോണ്ടിരിക്കുക എല്ലാരും.
എന്നിട്ട് അവരനങ്ങാതല്ലേ നിൽക്കും. അവരവിടെ ഇരുന്ന് ദേ അതിന്റെ ബാക്കിലിരുന്ന് ഡാൻസ് ചെയ്യുന്നുണ്ട്. അതാ ഒളിച്ചും പാത്തും ഒക്കെ അവർ നിന്ന് ചെയ്യുന്നുണ്ട് ഡാൻസ്. എല്ലാം പോയിന്റും കൊണ്ട് പോവാൻ പറ്റില്ല. ഞാൻ എനിക്ക് പനിഷ്മെന്റ് തരണം. പാട്ടിൻ കൊട്ടാരം ഇത് പവിഴക്കൊട്ടാരം, രാത്തിങ്കൾ പിന്നും മിന്നും മിന്നൽ മിന്നാരം, ശരാബ് പോലെ ഉള്ളിനുള്ളിൽ തുടിക്കും മുങ്കിനുള്ളിൽ നീളും സംഗീതം, ഷാരോൺ നിലാവായി ഉള്ളിനുള്ളിൽ തുടിക്കും അഞ്ചു പിന്നിൽ പൂവെട്ടും മുത്തുച്ചിരി ചിലമ്പോലിയെ മുത്തുച്ചിരി. എല്ലാം രാശിയുടെ ഇതിനകത്ത് രണ്ടെണ്ണത്തിൽ ഒരെണ്ണമെങ്കിലും രാശിയുടെ പറയാതിരിക്കണേ. രാശിയുടെ ഒരു പനിഷ്മെന്റ് കൊടുക്കണേ. എനിക്ക് അത് ഉൾട്ടയായിട്ടല്ലേ കാണുന്നത്. വായിച്ചെടുക്കണ ഭയങ്കര പാടായിരിക്കും. രാശിയുടെ ഒന്ന് ആലോചിക്ക പോലും വേണ്ട. നമ്മുടെ ഈ ചില പാട്ടുകളുടെ മെയിൻ വരികളല്ലേ ഞങ്ങൾ ഈസി ആക്കി തന്നതാട്ടോ തുടക്കമായതുകൊണ്ട്. അങ്ങനെ വിചാരിച്ചാ മതി. ഇത് പെട്ടു പെട്ടു അങ്ങനെ പെടാൻ ഏതായിരിക്കും ഇത്ര കഷ്ടപ്പെട്ടൊന്നുണ്ടാക്കി എടുത്തത്? എന്താ ജാസിയുടെ ഉറക്കം വായിച്ചേ? സുല്ലാണേ വിളയാട്ടം ഇടിമിന്നൽ കൊടി. ജാസിയാണ് സുഖമായിട്ട് കിട്ടും. അവരെല്ലാരും പറയുന്നുണ്ട് ജാസിയാണ് കിട്ടുമെന്ന്. സുല്ലാണേ ഞാൻ സുല്ലാണ്. എന്റെ പാട്ടല്ലെങ്കിൽ അതെ അതെ ജാസിയുടെ പാട്ട് തന്നെയാ. മമ്മൂക്ക അഭിനയിച്ച സിനിമയിലാണ്. അതൊരു ക്ലൂ തരാം ഞാൻ. ദീപകിന്റെ പാട്ട് എനിക്ക് മനസ്സിലായി. മനസ്സിലായി. എന്നാലും പഠിക്കോ. പെട്ടു ജാസിയേട്ടൻ പെട്ടു. അണ്ണനും തമ്പിയില്ലേ രാഹുലിന്റെ പാട്ട് ചെമ്പങ്കാളെ. ശരിയാ ഇപ്പൊ കിട്ടിയാ? ശരിയാ. ചെമ്പങ്കാളെ രണ്ടാളും ഇടിമിന്നൽ കൂടി മനസ്സിലായി. സെക്കൻഡ് സ്റ്റാൻസ് മനസ്സിലായി. ഓക്കെ. അപ്പൊ ഇനി ലാസ്റ്റ് ബാക്കിയെല്ലാം ഈസി ആയിട്ട് തന്നിട്ട് ഒരെണ്ണം വെള്ളം കുടിപ്പിക്കാൻ തന്നതാ. അതാണ് ലാസ്റ്റ് വെച്ചിരുന്നത്. ഇതാണ് ലാസ്റ്റ്. പനിഷ്മെന്റ് കൊടുക്കണം. പനിഷ്മെന്റ് കൊടുക്കണം. ഇതും കൂടെ കഴിയട്ടെ എന്നിട്ട് കൊടുക്കാം. നീ മലമേലെ മലമേഘത്തുടി കൊട്ടാതെ കളമുളയെ ചുംബിക്കാതെ, അതിനകത്തെ വാക്കുകളാണോ മലമേലെ ചുംബിക്കാതെ, ഏ കണ്ണേ 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 എന്റെ കൺമണി പെണ്ണിനെ പുൽകാതെ, പൊന്നെ ഹേയ് പൊന്നെ കൊന്ന പൊന്നരഞ്ഞണം ഇളക്കാതെ. പാടല്ലേ? അത് തന്നെ കറക്റ്റ്. അപ്പൊ ഒരെണ്ണം മാത്രമേ തെറ്റിച്ചിട്ടുള്ളൂ. അപ്പൊ ആ തെറ്റിച്ചതിന് ഞാനൊരു പനിഷ്മെന്റ് ആയിട്ട് എന്താ തരാൻ പോണെന്ന് അറിയോ? വീണ്ടും പഠിപ്പിക്കാൻ പോവാ. വീണ്ടും പഠിപ്പിക്കൽ തന്നെ. പനിഷ്മെന്റ് ആയിട്ട് ഇതെന്തെങ്കിലും എടുത്ത് കഴിക്കാൻ ഇല്ല, അത് അതിന് തരൂല ജാസ്റ്റിയുടെ. അത് ഇപ്പൊ കഴിക്കാനേ തരൂല. ജാസ്റ്റിയുടെ പാട്ട് യങ്സ്റ്റേഴ്സും അതേപോലെ തന്നെ കുട്ടികളും ഒരുപാട് കേൾക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാണ്. ജാസ്റ്റിയുടെ സ്റ്റേജ് ഷോയിലൊക്കെ എത്രയോ ചെയ്യുന്നത്. അപ്പൊ സ്റ്റേജ് ഷോയിലൊക്കെ വരുമ്പോൾ കുട്ടികളുണ്ടാവും അവിടെ മുമ്പിൽ ഡാൻസ് ചെയ്യാനും കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട്. അപ്പൊ പനിഷ്മെന്റ് ആയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ജാസ്റ്റിയുടെ പാടണം. കൊച്ചുകുട്ടികൾ. അവർക്ക് എനിക്ക് തോന്നുന്നു തെമ്മാടിക്കാട്ട് എന്നുള്ള പാട്ട് പാടാം. കൊച്ചുകുട്ടികൾക്ക് കൗണ്ടർ റിലേറ്റ് ചെയ്യാൻ ചിലപ്പോൾ പറ്റിയായിരിക്കും. തെമ്മാടിക്കാറ്റേ നീ ചുമ്മാ ചുമ്മാ ചുമ്മാതെ കാറ്റേ, നീ മലമേലെ മഴമേഘത്തുടി കൊട്ടാതെ കളമുളയെ ചുംബിക്കാതെ, ഏ കണ്ണേ 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 എന്റെ കൺമണി പെണ്ണിനെ പുൽകാതെ, പൊന്നെ ഹേയ് പൊന്നെ കൊന്ന പൊന്നരഞ്ഞാണം ഇളക്കാതെ, ആലിലയിലൂഞ്ഞാലടിക്കണ്ടോളം തുള്ളി നടക്കാതെ, പൂങ്കൊമ്പിലെ പൂമരത്തുമ്പിയെ പൂക്കില തുള്ളിച്ചു പോകാതെ, തെമ്മാടിക്കാറ്റേ നീ ചക്കരമാവിന്റെ കൊമ്പ് കൊലുക്കാതെ, ഹേയ് ചുമ്മാതെ കാറ്റേ ചിത്തിര പെണ്ണിന്റെ കൂട് കൊഴിക്കാതെ. താങ്ക് യു. അപ്പൊ പറഞ്ഞപ്പോ തന്നെ ഭയങ്കര ഇതായി വെൽക്കമിങ് ആയിരുന്നു. എന്റെ പനിഷ്മെന്റ് സ്വീകരിച്ച് നല്ല രീതിയിൽ ജാസ്റ്റിയേട്ടൻ പാടി തന്നു. അപ്പൊ കൊച്ചുകുട്ടിയുടെ പാട്ട് പാടിയപ്പോ തന്നെ ജാസ്റ്റിയേട്ടനെ കാണാനായിട്ട് ഒരു കൊച്ചുകുട്ടി ഇവിടെ എത്തിയിരിക്കുകയാണ്. എത്തി. അപ്പൊ നമുക്ക് ആ കൊച്ചുകുട്ടിയെ വിളിക്കാം. പാട്ട് പാടിയപ്പോ തന്നെ ഇവിടെ ആളെത്തി. നോക്കൂ. ഹലോ, ഹായ്, എന്താ പേര്? മേഘ.
മേത്തക്കുട്ടി ഏത് ക്ലാസ്സിലാ? ഫസ്റ്റ് സ്റ്റാൻഡേർഡ്. ഓക്കെ. ഈ അങ്കിളിനെ അറിയാവോ? അറിഞ്ഞൂടാ, അങ്കിളിനെ എങ്ങനെ അറിയാൻ പറ്റും? ഈ അങ്കിളെ ഒരുപാട് പാട്ട് പാടുന്ന ഒരു അങ്കിളാണ്. മേത്ത ആരാന്ന് ജാസ്റ്റ് ഒന്ന് മനസ്സിലായോ? മേത്തക്കുട്ടി എന്ന് പറയുന്നത് ഫ്ലവേഴ്സ് ടിവിയിലെ ടോപ്പ് സിംഗറിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത ആളാണ്. ഒരുപാട് പാട്ടുകൾ പാടിയിട്ടുണ്ട്. അവിടം വരെ എത്താന്ന് പറയണത് തന്നെ ഭയങ്കര ഒരു ഇത് തന്നെയാണല്ലേ ജാസ് ചേട്ടാ? അതെ, ശരിക്കും. എത്ര പാട്ടാ മേത്തൊക്കെ അന്ന് അതിനു വേണ്ടിട്ട് പഠിച്ചത്? എത്ര പാട്ട് പഠിച്ചു? കുറേ പാട്ട് പഠിച്ചോ? ആണോ? അതിലൊരു പാട്ട് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ പാട്ട് ഏതാ? എനിക്ക് എല്ലാ പാട്ടും സെയിം ആയിട്ട് ഇഷ്ടപ്പെട്ടു. ആണോ? മാത്രം ഇഷ്ടപ്പെട്ടു. ഈ ഇരിക്കുന്ന ആളാരാന്നറിയോ? ഈ അങ്കിൾ ഭയങ്കര വലിയ സിംഗറാണ്. ഒരുപാട് നല്ല പാട്ട് കമ്പോസ് ചെയ്തിട്ടുള്ള ആളാണ്. ഒരുപാട് പാട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ആളാണ്. അങ്ങനെ വലിയൊരാളാണ് ആയിരിക്കുന്നത്. ജാസി ഗിഫ്റ്റ് എന്നാണ് പേര്. അറിയാവോ? അറിയാം. ഓക്കെ. എന്നാ മോളൊക്കെ ഇഷ്ടമുള്ളൊരു പാട്ട് പാടുവോ? ആ, പാടിക്കോ. சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை வெண்ணிலவு தொட்டு முத்தமிட ஆசை என்ன இந்த பூமி சுற்றி வர ஆசை சின்ன சின்ன ஆசை சிறகடிக்கும் ஆசை முத்து முத்து ஆசை முடிந்து விட்ட ஆசை. ഓക്കെ 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 കൂൾ. താങ്ക് യു മേധ, താങ്ക് യു. മേധക്കുട്ടി ഏത് സ്കൂളിലാ? സെന്റ് അഗസ്റ്റിൻ. സെയിന്റ് അഗസ്റ്റിൻ. എവിടെയത്? എവിടെയത്? തൈക്കൂടം. വീടിനകത്ത് തന്നെ. വീടിനടുത്ത് തന്നെയാ. ഓക്കെ. ആ അങ്കിളിന്റെ അടുത്ത് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? പാട്ടിനെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കാനുണ്ടോ? മോൾക്ക് സിംഗർ എം ജി ശ്രീകുമാറായിട്ട് നല്ല പരിചയല്ലേ ശ്രീകുമാരേട്ടനായിട്ട്? അതേപോലെ തന്നെ ശ്രീകുമാരേട്ടനെ പോലെ തന്നെ ഒരു ഫ്രണ്ടാണ് ഈ ജാസ് ചേട്ടനും. ഓക്കെ. ഞങ്ങൾ ആ വീഡിയോ ഒക്കെ കണ്ടിരുന്നു, എം ജി ശ്രീകുമാറായിട്ടുള്ള മോളുടെ വീഡിയോ കാര്യങ്ങളൊക്കെ. എന്ത് നല്ല സംസാരവും എന്ത് നല്ല വൈറലായിരുന്നു ആ വീഡിയോ ഒക്കെ. അതൊക്കെ ഓർമ്മയുണ്ടോ? ഉണ്ട്. ഓക്കെ. അതുപോലെ എന്തെങ്കിലും ചോദിക്കാനുണ്ടോ ഈ അങ്കിളിന്റെ അടുത്ത്? ശ്രീമാറങ്കിളുടെ അടുത്ത് ചോദിച്ചതല്ല, വേറെ എന്തെങ്കിലും ഉണ്ടോ ചോദിക്കാനുണ്ടോ? എന്നാ ചോദിച്ചോ. അങ്കിളുടെ പേരെന്താണ്? അതാണ് അവൾ ആദ്യം ചോദിക്കുന്നത്. എന്നാ പറഞ്ഞ കേക്കട്ടെ. എന്താ പേര്? എനിക്കറിയില്ല ഈ അങ്കിളുടെ പേരെന്താന്ന്. എന്താ പേര്? ആ അങ്കിളുടെ പേരിൽ തന്നെ ഒരു സമ്മാനമുണ്ട്. എന്താ അത്? അങ്ങനെ സമ്മാനമുള്ള ഒരു പേരാ. പറയുന്ന എല്ലാവർക്കും ഒരു സമ്മാനം കിട്ടും. ആലോചിച്ചു എനിക്ക്. എന്നിട്ടും കിട്ടുന്നില്ല. ഗിഫ്റ്റ് എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് കൂടെ. അപ്പൊ എന്താ അങ്കിളിന്റെ പേര്? ജാസി ഗിഫ്റ്റ്. ഓക്കെ മേധ, ഒരു പാട്ടും കൂടെ പാടാവോ? എന്നാ പാടിക്കപ്പെട്ടമ്മ. ടോപ്പ് സിംഗറിലെ എല്ലാവരും ഏറ്റവും മേത്തക്കുട്ടി പാടിയ പാട്ടിന് എല്ലാവരും ഏറ്റവും നന്നായിട്ട് പാടി എന്ന് പറഞ്ഞ പാട്ട് ഏതായിരുന്നു? ഒരുപാട് പേര് നല്ലതെന്ന് പറഞ്ഞത്. എല്ലാരും എല്ലാ പാട്ടും നല്ലതെന്ന് പറയും. അതല്ലേ? അതുകൊണ്ടല്ലേ? 3 പാട്ടുണ്ട്. അതിൽ ഏതൊക്കെയാ 3 പാട്ട്? ഓർമ്മ കിട്ടുന്നില്ല. എനിക്ക് തോന്നുന്നു ഒരു പാട്ട് ചിന്ന ചിന്ന ആശയാവാൻ ചാൻസ് ഉണ്ട്. അത് ഞാൻ പാടിയിട്ടില്ല. അവിടെ മലയാളേ പാടാൻ പാടുള്ളൂ. ആണോ? ഓ, അങ്ങനെയുണ്ട്. ഓ, എന്നാ മോളൊരു മലയാളം പാട്ട് പാടിക്കേ. ലജ്ജാവതി എന്നുള്ള പാട്ട് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ, പക്ഷെ അത്ര പരിചയമൊന്നുമില്ല. പാടാണോ പാട്ട്? പാടാൻ പറ്റൂലേ? അത്ര ഡിഫിക്കൽട്ട് ആണോ ആ പാട്ട്? എനിക്ക് അറിയത്തില്ല. ആണല്ലേ? ആ പാട്ട് ഉണ്ടാക്കിയ ആളായിരിക്കുന്നേ. അതൊക്കെ അറിയാം. ഒന്നുമില്ല. ആ പക്ഷെ പാടാൻ അറിയില്ല എന്ന്. ഓക്കെ. മോൾക്ക് അറിയാവുന്നൊരു പാട്ട് പാടിക്കോ, ഒരു മലയാളം പാട്ട്. എഴുത്തിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? എഴുത്തിരി വിളക്കിന്റെ മുന്നിൽ ചിരി തൂകി മലർത്താലം കൊണ്ടുവന്നതാര്? കനകമഞ്ചാടി പോലെ കനകമഞ്ചാടി പോലെ
അഴകു തോകമീ നേരം ഏതൊരോർമ്മയെ തേടി നീ ആരെ തേടുന്നു ഗോപികേ കിനാവിലെ മനോഹരി മായാമഞ്ചലിൽ ഇതുവഴി പോകും തെന്നലേ കാണാത്തമ്പുരു തഴുകുമൊരു തൂവൽ തെന്നലേ ആരും പാടാത്ത പല്ലവി കാതിൽ മൂളുമീ വേളയിൽ കിനാവിലെ മനോഹരി. ഓക്കേ, സബാഷ്, നന്നായി പാടിട്ടോ. കൊള്ളാം. ഇതൊക്കെ ആരാ ഇങ്ങനെയൊക്കെ കൈയൊക്കെ വെക്കാനും ഇതൊക്കെ പറഞ്ഞു തന്നൊക്കെ? പറഞ്ഞൊന്നല്ല, ആ, തന്നെ ചെയ്തതാണോ? മേത്ത തന്നെ ചെയ്യണതാണോ അതൊക്കെ? ആണോ? ഇങ്ങനെയൊക്കെ കൈ കൊണ്ട് ഓരോന്നും ചെയ്യണേ. ഡാൻസ് ഒക്കെ ചെയ്യാൻ ഇഷ്ടമാണോ? ഇല്ല. നല്ല പാട്ടൊക്കെ കേട്ട ഡാൻസ് ചെയ്യാൻ തോന്നുവോ? ചിലപ്പോ ഒക്കെ. എന്നാലും ജാസ് ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കാം. ജാസ് ചേട്ടൻ മോൾക്ക് ലജ്ജാവതി എന്നുള്ള പാട്ട് അറിയാന്ന് പറഞ്ഞു, പക്ഷെ അവൾക്കത് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞു. അവൾക്ക് വേണ്ടിയിട്ട് ജാസ് ചേട്ടൻ ഒരു രണ്ടുപേര് പാടാമോ? ആ, കേട്ടോ, ആ പാട്ട് കേട്ടോ. അവർക്ക് വേണ്ടി പാടിയില്ലെങ്കിൽ പിന്നെ ആർക്ക് വേണ്ടി പാടും? പാട്ട് പാടും. അപ്പം മോക്ക് ലജ്ജാവതി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അവരെന്തായാലും എനിക്ക് തോന്നുന്നു അവരുടെ മാതാപിതാക്കള് സ്കൂളിൽ പഠിക്കുമ്പോൾ ഇറങ്ങിയ പാട്ടാണ്. മാതാപിതാക്കള് സ്കൂളിൽ പഠിക്കുമ്പോ കുറച്ചും കൂടെ വലുതാവുന്ന സമയത്ത്. എന്താ ചേട്ടാ കുറച്ചുകൂടി പോയി പറഞ്ഞത്? അത്രയ്ക്കൊന്നും പ്രായം ജാസ്തിയാണ് ആയിട്ടില്ല, സമ്മതിക്കില്ല. ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ, താഴമ്പുവോ താമരത്താരോ തേനോ തേനിലാവോ, മാമഴമുത്തോ മല്ലിക്കൊളുന്തോ മീനോ മാരിവില്ലോ, തൊട്ടൊരുമി നിന്നാട്ടെ തൊട്ടാവാടി പെൺമാനെ, മാനസക്കൊട്ടാര കെട്ടിനകത്തുള്ള രോജാ രാജറാണി, ലജ്ജാവതിയെ നിന്റെ കള്ളക്കട കണ്ണിൽ. ഞങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്ന കോളേജിൽ പഠിക്കുന്ന സമയത്ത്, ഹൈസ്കൂളിൽ എന്താണ് ഈ പാട്ടൊക്കെ, അപ്പോ അല്ലല്ല കോളേജിൽ പഠിക്കുന്ന സമയത്താണ്. അത്ര വർഷമായിട്ടുള്ളൂ. അപ്പോ ഭയങ്കര ഹിറ്റായിരുന്നു ഈ പാട്ട്, അറിയോ? മോളുടെ പ്രായത്തിലുള്ളവരും ഞങ്ങളുടെ പോലെ വലിയ ആൾക്കാരും എല്ലാവരും ഇങ്ങനെ കേട്ട് പിന്നെയും 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 കുറേ തവണ കേൾക്കും, കോമ്പറ്റീഷനൊക്കെ പാടും ഒക്കെ ചെയ്യുന്ന പാട്ടായിരുന്നു അത്, അറിയോ? അതിനിടെ ഒരു കാര്യം ചെയ്യണ്ട, മോളുടെ ഭയങ്കര വൈറലായിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടായിരുന്നു ജാസ് ചേട്ടാ. നമ്മുടെ തന്നെ മൈൽ സ്റ്റോൺ മേക്കേഴ്സില് സലിം കുമാർ ഏട്ടന്റെ ഒരു ഷോ നമ്മൾ ചെയ്തിരുന്നു, ഒരു ഇവന്റ്. ആ ഇവന്റില് ഈ കാന്താരി ചോദിച്ചു സലീമേട്ടന്റെ അടുത്ത്, ഭയങ്കര ഈശ്വര വിശ്വാസിയാണോ സലീമേട്ടൻ? അത് ഭയങ്കര വൈറലായി ആ വീഡിയോ. അതെന്താ അങ്ങനെ ചോദിച്ചേ? ആണോ? അതെന്താ അങ്ങനെ ചോദിക്കാൻ കാരണം? എന്ത് പറ്റിയാന്ന് അങ്ങനെ ചോദിക്കാൻ? എന്ത് പറ്റിയേ? അത് ഇന്റർവ്യൂല് പറഞ്ഞിരുന്നു ഞാൻ ദൈവവിശ്വാസിയല്ലാന്ന്. അപ്പൊ ഈ ഇന്റർവ്യൂവിലും അത് തന്നെയാണോ പറയുന്നതെന്ന് കേൾക്കാൻ വേണ്ടി. അതിന് വേണ്ടിട്ട് ചോദിച്ചതാണ്. പല പല ഇന്റർവ്യൂവിൽ പല ആൻസേഴ്സ് ആണോ പറയുന്നത് എന്ന് ക്രോസ് ചെക്ക് ചെയ്താണ്. ഇപ്പത്തെ പിള്ളേരൊക്കെ രക്ഷയില്ല. അപ്പൊ എന്തായാലും മേത്ത, താങ്ക് യു സോ മച്ച് കേട്ടോ. മേത്ത വന്ന് 2 പാട്ടൊക്കെ ഞങ്ങക്ക് പാടി തന്നല്ലോ. താങ്ക് യു കേട്ടോ. നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ ബൈ, താങ്ക് യു. ഇപ്പതാ നമ്മള് ജാസ് ചേട്ടൻ ലജ്ജാവതിയെ പാടി. ഇന്നും നമ്മുടെ ഫോൺ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ യൂട്യൂബിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ഭയങ്കര വൈറലായിട്ട് നിൽക്കുന്നതാണ്. എല്ലാവരും എത്ര കേട്ടാലും വീണ്ടും ആ പാട്ട് കേൾക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ഭയങ്കര കൗതുകമുണ്ട്, ഒരു മാജിക് ഉണ്ട് ആ പാട്ടിന്. ഇത്ര വർഷമായിട്ട് നമ്മുടെ മനസ്സിൽ നമ്മളെല്ലാവരും കാത്തുകൊണ്ട് നടക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ വൈറലായി നിൽക്കുന്ന ഈ പാട്ടിൻ്റെ തന്നെ ഒരു റീലുണ്ട്. അതൊന്ന് കണ്ടിട്ട് നമുക്ക് ആ പാട്ടിലേക്ക് വരാമേ.
ഈ ഒരു മാജിക് അത് എത്ര ശരിക്കും ഈ പാട്ട് ജാസ് ചേട്ടന് ചെയ്തത് എത്ര സമയം കൊണ്ടായിരിക്കും? അല്ല, ഇതിൻ്റെ ആക്ച്വലി പ്രൊഡക്ഷൻ സമയമൊക്കെ നമ്മൾ ഉദ്ദേശിക്കുന്നതിനെക്കാട്ടിലും കുറവായിരുന്നു. പക്ഷേ ഇത് എന്താണ് പല പല രീതിയിൽ ഈ പല പല സമയത്ത് എക്സ്റ്റൻഷൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിനു വേണ്ടിയാണ് ടൈം എടുത്തത്. കമ്പോസിങ് എല്ലാം വളരെ മിനിമൽ സമയങ്ങളിൽ തന്നെയായിരുന്നു. പിന്നെ ഇതിന് ഈ പല പല ആഡ് ഓൺസ് വന്ന് ചില ടൈം എടുത്തു. റെക്കോർഡിങ് അതൊക്കെയാണ് ആക്ച്വലി. പോസ്റ്റ് പ്രൊഡക്ഷനാണ് കുറേ സമയം പിന്നെ എടുത്തത്. കമ്പോസിങ് ഒക്കെ നമ്മൾ പെട്ടെന്ന് തന്നെ ഉള്ള സംഭവമായിരുന്നു. ഇത് അധികം പ്ലാൻഡ് ആണോന്ന് ചോദിച്ചാൽ അങ്ങനെ അത്രയും പ്ലാൻഡ് ആയിരുന്നില്ല ഈ പാട്ട്. ഇതിനു വേണ്ടി തന്നെ എടുത്ത മ്യൂസിക് ആയിരുന്നു അല്ലെ ജാസ് ചേട്ടൻ? എപ്പോഴെങ്കിലും മനസ്സിലൂടെ ഈ മ്യൂസിക് പോയത് അങ്ങനെ അന്നേരം അങ്ങനെ ഇത് ഈ ഒരു സിറ്റുവേഷൻ ജയരാജ് സാർ പറഞ്ഞപ്പോഴത്തേക്ക് അതിനു വേണ്ടി പ്ലാൻ ചെയ്ത് തന്നെയാണ്. പക്ഷെ അത് ഒത്തിരി പ്ലാനിങ് എല്ലാം ആക്ച്വലി പാട്ട് പിന്നെ പിന്നെ ക്രമേണയാണ് വർദ്ധിച്ചത് ആ പാട്ടിന്റെ ഒരു ഇത്. ഓക്കെ. ചില പാട്ടുകൾ നമ്മൾ കേൾക്കുമ്പോൾ ആ പാട്ട് നമ്മൾ ആദ്യം ചിലപ്പം കേൾക്കുമ്പോൾ അത്ര നമുക്ക് ഇതുപോലെ തോന്നിയെന്ന് വരില്ല, അത്ര മാധുര്യം തോന്നില്ല. പക്ഷേ വിഷ്വലിലെല്ലാം കൂടെ വന്നു കഴിയുമ്പോഴത്തേക്ക് ആ വിഷ്വലൈസേഷനിൽ ആ പാട്ടിന്റെ ഭംഗി ഭയങ്കരമായിട്ടങ്ങ് മാറും. എന്നാൽ ഈ പാട്ടെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഇതിനകത്ത് ഏത് തരത്തിലുള്ള വിഷ്വൽ വന്നാലും അതിനകത്ത് ഓരോരുത്തരെയും മാറ്റി മാറ്റി നമ്മൾ വെച്ച് കഴിഞ്ഞാലും ഈ പാട്ടിന്റെ കൗതുകം, അതിന്റെ ഭംഗി എന്ന് പറയണത് അത് പാട്ടിന്റെ മാത്രമുള്ളൊരു മാജിക് പവറാണ്. അന്ന് സപ്പോർട്ട് ചെയ്തതിൽ ആക്ച്വലി ഭരത് ആ സമയത്ത് ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. ഭരതും ഗോപികയും ആ സമയത്ത് എന്താണ് അദ്ദേഹം ബോയ്സ് എല്ലാം കഴിഞ്ഞ് അതിന്റെ തിളക്കത്തിൽ നിൽക്കുന്ന ഒരു സമയമായിരുന്നു ഭരത്. അപ്പൊ അതൊക്കെ ഒരു ആഡഡ് ഫാക്ടേഴ്സ് തന്നെയാണ് തീർച്ചയായിട്ടും. പിന്നെ ഈ പാട്ടിലോട്ട് എന്നെ നോമിനേറ്റ് ചെയ്യുന്നത് ഭരതൊക്കെയാണ്. അപ്പൊ അങ്ങനെ ഒരു ആഡഡ് എഫക്റ്റ് ആണ് ആക്ച്വലി മൊത്തം വന്ന ഒരു കൂട്ടായ പ്രവർത്തനം എന്ന് പറയാൻ വേണമെങ്കിൽ. ജാസ്റ്റൻ അവരെ നേരത്തെ പരിചയം ഉണ്ടായിരുന്നോ? ഭരതിനെയും കോപ്പിക്കാനൊക്കെ സിനിമയിൽ കണ്ടു അങ്ങനെയുള്ളൂ. ബോയ്സ് എന്നുള്ള സിനിമയെ കണ്ട് എനിക്ക് പരിചയമാണ്. ഓക്കെ. അപ്പൊ ഇവര് ഈ പാട്ടിൽ അഭിനയിച്ചതിന് ശേഷം ജാസ്റ്റൻ അവരുമായിട്ട് നേരിട്ട് കണ്ടോ? ഞങ്ങൾ കമ്പോസ് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ തന്നെയാണ് അവർ ആക്ച്വലി എന്താണ് അവരുടെ ഷൂട്ടിംഗ് സമയത്തും എല്ലാം നിന്നത്. അങ്ങനെ പരിചയപ്പെട്ടു. അവരുടെ ഡെമോസ് ഞാൻ ആദ്യം കേൾപ്പിച്ചതൊക്കെ ആ സമയത്തൊക്കെ ഭരതൊക്കെ ഉണ്ട്. അപ്പം ഭരത് കേൾപ്പിക്കുമ്പോൾ ഭരതാണ് ഫോക്ക് അങ്ങനെ പ്ലേ ചെയ്യുക എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് ആദ്യം ലജ്ജാവതി ഒന്നും സീനിലില്ല. ആ സമയം അന്നക്കിളിയാണ് ആക്ച്വലി സ്റ്റാർട്ട് ചെയ്തത്. അപ്പം ആ സമയത്ത് അവരുടെ ഒരു സപ്പോർട്ട് കാരണം പാട്ടിൻ്റെ കുറേയൊക്കെ എക്സ്റ്റൻഷൻസ് ഉണ്ട്. അവരുടെ കുറച്ച് സംഭവങ്ങൾ അനുസരിച്ചിട്ടുള്ള മാറ്റവും മറിച്ചിലുകളെല്ലാം സംഭവിച്ചു. അങ്ങനെയൊക്കെ ഉണ്ട്. ഓക്കെ. ഈ ജാസ്റ്റൻ അപ്പോൾ ഇത് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്നു? ഞാൻ സോങ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ആക്ച്വലി എഡിറ്റ് പാരലായിട്ട് നടക്കുന്ന സമയമായിരുന്നു. ആ സമയത്ത് ആന്റണി സാർ നമ്മുടെ ഗജനിയൊക്കെ എഡിറ്റ് ചെയ്ത് അദ്ദേഹമാണ് എഡിറ്റ് ചെയ്ത് വെക്കുന്നത്. അദ്ദേഹമാണ് ആക്ച്വലി എഡിറ്റ് ചെയ്ത് ആദ്യം പാട്ട് വേറൊരു ട്രിംഡ് ആയിട്ടുള്ളൊരു സ്വഭാവത്തിൽ കൊണ്ടെത്തിക്കുന്നത് ആന്റണി സാറായിരുന്നു. ഓക്കെ. ഇന്നും ഇത്ര വർഷങ്ങൾക്ക് ശേഷം അതെല്ലാം നല്ലൊരു ഓർമ്മയായിട്ടല്ലേ? ഓർമ്മിക്കാതിരിക്കാൻ പറ്റില്ല. കാര്യം വെച്ചാൽ ഞങ്ങളുടെ എന്താണ് ശരിക്കും ഫസ്റ്റ് ഇന്നിപ്പോ ഈ വേൾഡ് മുഴുവൻ സ്വീകരിക്കുന്നത് ഈ ഒരു ഒറ്റ ഗാനത്തിൽ നിന്നുള്ള ഒരു ഇതായിരുന്നല്ലേ ആ ഒരു സംഭവം തന്നെ. അന്നും എന്നും എനിക്കൊരു ഡെമോ എന്ന് വെച്ചാല് ഈ പാട്ട് ലജ്ജാവതി എന്നുള്ള മാത്രം പറഞ്ഞാൽ അവിടെ ഒരു സീറ്റ് ഇതുണ്ട്. ഈ ലജ്ജാവതി തന്നെ ജാസ്റ്റേടൻ കേട്ടിട്ടുണ്ടാവണം ഒരു പക്ഷെ. പലരും പല രീതിയിൽ പാടുന്നുണ്ട്. അത് ജാസ്റ്റേടൻ കേട്ടിട്ടുണ്ടോ? അതെ, ഓരോ രീതിയിൽ ഇപ്പൊ തന്നെ അതൊക്കെ ഇപ്പൊ ട്രെൻഡിങ് ആയിട്ട് ഇങ്ങനെ ഓരോന്നും. അദ്ദേഹം എനിക്ക് ഇൻസ്റ്റയിൽ ടാഗ് ചെയ്തിട്ട് ഇതുപോലെ സ്റ്റോറി ആക്കാമോ എന്ന്. അദ്ദേഹത്തിന്റെ പേര് എനിക്ക് ഓർമ്മയില്ല, പക്ഷെ അത് കുറെ പേര് എനിക്ക് അയച്ചായിരുന്നു. ആണല്ലേ? നമുക്കത് ഇവിടെ കാണാം. ഞാൻ പെരുന്നാളിന്റെ പരിപാടിക്ക് പോകുന്നുണ്ട്. ഇനി ഇത് പാടേണ്ടി വരുമെന്നോ? അന്ന് മറ്റേ രീതിയിൽ പാടിയ ലജ്ജാവതി ഇങ്ങനെ പാടേണ്ടി വരും. പക്ഷെ ഞാൻ ശരിക്കും ചോദിക്കട്ടെ, ഇങ്ങനത്തെ പാട്ടുകൾ കേൾക്കുമ്പോൾ നമ്മൾ ആ പാട്ട് സൃഷ്ടിച്ച ഒരാൾ അല്ലെങ്കിൽ പാടിയ ഒരാൾക്കെന്നുള്ള രീതിയിൽ ചിലപ്പോൾ ആ പാട്ടിന്റെ രൂപവും ഭാവവും എല്ലാം എൻറ്റയർലി മാറ്റി ഇത് വേറൊരു രീതിയിലാണ് റിപ്രസെന്റ് ചെയ്യണത്.
അപ്പോൾ അത് ശരിക്കും ജാസ്റ്റിയാണ് ജെനുവൻ ആയിട്ടുള്ള ഒരു ഒപ്പീനിയൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ അത് കേൾക്കുമ്പോൾ സങ്കടമാണോ സന്തോഷമാണോ? അല്ല, ഇതിൽ സങ്കടം വരേണ്ട കാര്യം ഉണ്ടെന്ന് എനിക്ക് തോന്നില്ല. കാര്യം നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന കാലഘട്ടം എന്താണ് നമ്മൾ മുന്നിൽ കാണുക. സോഷ്യലി എന്താണ് അറസ്റ്റഡ് ആയിട്ടുള്ള പ്ലാറ്റ്ഫോംസ് ഉണ്ട്. അതിൽ എന്തും നമുക്ക് എല്ലാവർക്കും എക്സ്പ്രസ് ചെയ്യാം. അതിൽ എന്താണ് ഈ പാട്ട് എന്താണ് ഇത് ഈ അദ്ദേഹം ചെയ്ത രീതി എന്ന് വെച്ചാൽ ആ പാട്ട് വേറൊരു രീതിയിൽ ഒരു ഫൺ എലമെൻ്റ് ആയിട്ടാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം നമുക്ക് അത് കണ്ട് ആക്ച്വലി ഞാനിത് കണ്ട് എനിക്ക് ഒത്തിരി പേര് അയച്ചപ്പോൾ ഞാൻ ഇത് എൻജോയ് ചെയ്തു എന്നുള്ളത് തന്നെയാണ്. അല്ല അതിന് വേറൊരു നെഗേഷൻ ഒന്നുമില്ല. മ്യൂസിക് അറിയാലോ, ഒരു മ്യൂസിക് അറിയാമെന്നുള്ളവരെ പെട്ടെന്ന് ട്വീക്ക് ചെയ്യാൻ എളുപ്പമാണ്. അവർക്ക് ഇഷ്ടമുള്ളൊരു പാട്ട് കേട്ടാൽ മതി, പെട്ടെന്ന് മൂഡ് സ്വിങ്സിലേക്ക് പോകാം. ചിലപ്പോൾ ഇഷ്ടമുള്ള പാട്ട്, ചിലപ്പോൾ ഒത്തിരി ഇഷ്ടമുള്ള പാട്ട് കേൾക്കാതിരിക്കും. എനിക്ക് അങ്ങനത്തെയൊക്കെ ഒത്തിരി വിയേർഡായിട്ടുള്ള സ്വഭാവം ഉണ്ടായിരുന്നു ഒരു സമയത്ത്. ഒത്തിരി ഇഷ്ടമുള്ള പാട്ടുകളൊന്നും അധികം കേൾക്കാതില്ല.